ചില തീരുമാനങ്ങള് എടുക്കേണ്ട സമയത്ത് എടുക്കണമെന്ന് പണ്ടുള്ളവർ പറയണത് കേട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ദേവദാസ് എന്ന മൂവി. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2002 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന മൂവി നോക്കാം. ദേവദാസിന്റെ അമ്മ കൗശല്യ 10 കൊല്ലത്തിന് ശേഷം അവൻ ലണ്ടനിൽ നിന്ന് വരുന്നു എന്ന വാർത്ത ഓടി നടന്ന് എല്ലാരോടും പറയുന്ന സീനാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അടുത്തത് അയൽവാസിയായ സുമിത്ര കൗശല്യയെ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത്. ആ സമയം ദേവദാസ് വരുന്നുണ്ട് എന്ന് വാർത്ത കൗശല്യ സുമിത്രയോട് പറയും. ഇതറിഞ്ഞ സുമിത്രയ്ക്ക് സന്തോഷാവാണ്. അപ്പൊ സുമിത്ര കൗശല്യയോട് പറയുന്നുണ്ട്, എന്റെ മകൾ പാർവതിയും നിന്റെ മോനും കുട്ടിക്കാലത്ത് നല്ല കൂട്ടുകാരായിരുന്നില്ലേ? ദേവ് ലണ്ടനിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എനിക്കും പോകണമെന്ന് പാറു വാശി പിടിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ദേവ് തിരിച്ചു വരാൻ വേണ്ടി ഒരു വിളക്ക് 10 വർഷമായിട്ട് പാറു കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ദേവ് വരുന്ന കാര്യം പാറു അറിഞ്ഞ ഒരുപാട് സന്തോഷിക്കും. ഞാൻ അവളോട് വേഗം പോയി പറയട്ടെ എന്ന് പറഞ്ഞ് സുമിത്ര അവിടുന്ന് പോകും. ഈ കാര്യം അറിഞ്ഞ പാറുവിന് നല്ലോണം സന്തോഷാവാണ്. അടുത്ത ദിവസം ദേവ് വരേണ്ട സമയമായപ്പോ വീട്ടിലുള്ളവർ ദേവിനെ സ്വീകരിക്കാൻ നിൽക്കാണ്. അപ്പൊ കൗശൽ അവരോട് പറയും, നിക്ക് കണ്ണുപൊത്ത്, എന്റെ മോനെ ഞാൻ ആദ്യം കാണട്ടെ, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടാൽ മതി എന്ന്. കൗശല്യം നോക്കുമ്പോ ദേവിനെ അല്ല കാണുന്നത്, അവിടുത്തെ പണിക്കാരൻ ദേവിന്റെ പെട്ടി കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ദേവ് 10 കൊല്ലം കൊണ്ട് ഒരുപാട് മാറി. എന്റെ തോളിലിരുന്ന് കളിച്ച കുട്ടിയാ, ഇപ്പൊ എന്റെ തോളിനൊപ്പായി എന്നൊക്കെ അയാൾ പറയുമ്പോ കൗശല്യ അവൻ എവിടെ എന്ന് ചോദിക്കും. അവൻ എങ്ങോട്ട് പോകാനാ, എന്റെ പാറു എന്ന് പറഞ്ഞ് പാറുവിനെ കാണാൻ പോയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞ് മുകളിലേക്ക് പോകും. അത് കേട്ട കൗശല്യക്ക് സങ്കടാവാണ്. അപ്പൊ കുമുദ് പറയും, ഓ, നിങ്ങൾ അവനെ ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവന് പാറുവിനാണ് കണ്ടത് എന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു വർത്താനം പറയും. പാറു ദേവിനെ കാത്തിരിക്കായിരുന്നു. പുറത്തു നിന്നും പാറു എന്ന് ദേവ് വിളിക്കുകയാണ്. ദേവ് അവിടെ വന്നു എന്നറിഞ്ഞപ്പോ സന്തോഷവും സങ്കടവും നാണും എല്ലാം കൂടിയുള്ള ഒരു ഫീലിംഗ് പാറുവിന്റെ മുഖത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവൾ റൂമിലേക്ക് ഓടും. സുമിത്ര ദേവിനോട് പാറു മുകളിലുണ്ടെന്ന് പറയും. പാറുവിന്റെ അടുത്തേക്ക് ദേവ് പോകുമ്പോ പാറു മുഖം കാണിച്ചു കൊടുക്കില്ല. കുറെ കാലത്തിന് ശേഷം ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ നീ എന്താ എനിക്ക് മുഖം കാണിച്ചു തരാത്തത് എന്ന് ദേവ് ചോദിക്കും. നിനക്ക് കുറച്ചു കാലമായിരിക്കും, പക്ഷെ എനിക്കത് 10 കൊല്ലം 6 മാസം 4 ദിവസം 6 മണിക്കൂറായിരുന്നു എന്ന് പാറു പറയും. നീ മുഖം കാണിക്ക് എന്ന് ദേവ് പറയുമ്പോ ഓരോന്ന് പറഞ്ഞ് അവനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കും. അവസാനം ദേവ് പാറുവിന്റെ മുഖം കാണാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കൗശല്യ നല്ല ദേഷ്യത്തിലായിരിക്കും. നിന്നെ ആദ്യം ഞാൻ കാണുന്ന ആഗ്രഹിച്ചപ്പോ നീ എന്നെ കാണാതെ പാറുവിന്റെ അടുത്തേക്കല്ലേ പോയത്, എനിക്ക് നിന്നെ കാണണ്ട എന്ന് ദേവിനോട് കൗശല്യ പറയും. നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ വേണ്ട, ഞാൻ തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ദേവ് തിരിഞ്ഞടക്കും. അയ്യോ പോകല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് കൗശല്യ പറയുമ്പോ ഞാനും വെറുതെ പറഞ്ഞതാണെന്ന് ദേവും പറയും. അച്ഛൻ എവിടെയെന്ന് ദേവ് ചോദിക്കുമ്പോ ജോലിയുടെ ആവശ്യത്തിന് പുറത്തു പോയി, ഇവിടെ ഇല്ല എന്ന് പറയും. ആ, 10 കൊല്ലം മുമ്പ് ഞാൻ പോകുമ്പോഴും അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ തിരിച്ചു വരുമ്പോഴും ഇല്ലാലേ എന്ന വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുമുദി പറയും, ഇത്ര കാലം കഴിഞ്ഞ് മക്കള് വരികയാണെന്ന് അറിഞ്ഞാ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ വലിയ ആഘോഷമായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണല്ലോ, അച്ഛൻ പോലും ഇല്ല എന്ന്. അത് കേട്ട് ദേവിന്റെ മുത്തശ്ശി വരും. ആ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് എന്ന് കുമുദിയോട് പറഞ്ഞ് ദേവിനെ കെട്ടിപ്പിടിക്കും. ഇതൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാറു കാണുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എല്ലാരും ഉറങ്ങിയ ശേഷം ദേവ് പാറുവിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ദേവിന് വേണ്ടി കത്തിച്ചു വെച്ച വിളക്കിനടുത്ത് പാറു ഉറങ്ങുന്നത് കണ്ട് ദേവ് അവളുടെ അടുത്തേക്ക് പോകും. ഉറക്കത്തിനിടയില് കയ്യ് ആ വിളക്കിലേക്ക് വരുമ്പോ ദേവ് തടുത്തു പിടിക്കും. പിന്നെ പാറു അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കാണ്. ദേവ് വന്ന് പാറുവിനെ കണ്ട കാര്യം അവളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വിളക്കിൽ നിന്ന് കുറച്ച് കരി എടുത്ത് പാറുവിന്റെ ചുണ്ടിൽ തൊട്ട് ദേവ് തിരിച്ചു പോകും. അപ്പൊ തന്നെ പാറു കണ്ണു തുറക്കാണ്. ദേവ് വന്നു പോയതായിട്ട് അവൾക്ക് മനസ്സിലാകും. അടുത്ത ദിവസം പാറു ദേവിന് കൊടുക്കാന് സ്വീറ്റ്സ് കൊണ്ടുവരികയാണ്. അവൻ മുകളിലുണ്ട് എന്ന് കുമുദ് പറയുമ്പോ പാറുവും മുകളിലേക്ക് കയറി പോകുകയാണ്. അതേസമയം കുമുദ് കൗശല്യയോട് അവൾ ഓരോ അടവ് പറഞ്ഞ് ദേവിനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. അങ്ങനെ പാറു ദേവിന്റെ അടുത്ത് വന്ന് സംസാരിക്കാണ്. ആ, എവിടെ സ്വീറ്റ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്ലേറ്റ് നോക്കുമ്പോ അതിലൊന്നുമില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി നുണ പറഞ്ഞതാണ് എന്ന് പാറു പറയും. അതൊക്കെ ശരി, നീ ലണ്ടനിൽ പോയിട്ട് എന്നെ മിസ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ ആ, എല്ലാരും മിസ് ചെയ്തു, നിന്നെ മാത്രം മിസ് ചെയ്തില്ല എന്ന് ദേവ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയും. നീ എന്നെ മിസ് ചെയ്തോ എന്ന് ദേവ് ചോദിക്കുമ്പോ നീ ഇവിടുന്ന് പോയ അന്ന് മുതല് നിന്നെ ഓർക്കാത്ത ഒരൊറ്റ ദിവസമല്ല, 10 വർഷത്തില് നീ അയച്ച 5 ലെറ്റർ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അതുപോലെ നിനക്ക് വേണ്ടി ഒരു വിളക്ക് ഞാൻ കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പാറു പറയുന്നത് കേട്ട് ദേവിന് സന്തോഷം വരികയാണ്. പാറുവിന്റെ അടുത്തേക്ക് വന്ന് ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു,
എന്റെ ഓരോ ശ്വാസത്തിലും ഞാൻ നിന്നെ ഓർക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. അവരുടെ സ്നേഹം അവർ അവിടെ വെച്ച് പങ്കുവെക്കുകയാണ്. അങ്ങനെ രാത്രി പാരമ്പര്യമായി കയ്യിലുള്ള സ്വർണം മുത്തശ്ശി പുറത്തെടുക്കാണ്. അതിൽ നിന്നും ഒരു വള എടുത്ത് കുമുദി പറയും, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടായി, ഞാൻ ഇടട്ടെ എന്ന് പറഞ്ഞ് എടുക്കുമ്പോ മുത്തശ്ശി പറയും, അയ്യോ ആ വള മാത്രം എടുക്കരുത്, അത് ദേവിന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിക്കുള്ളതാണ്. അത് കേട്ട് ദേഷ്യം വന്ന് കുമുദി അവിടുന്ന് പോകും. നീ ആർക്കാ ഇത് ഇട്ടു കൊടുക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കും. വാ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് ദേവ് മുത്തശ്ശിയെ കൊണ്ടുപോയി ബൈനാക്കുലർ കൊടുത്ത് നോക്കാൻ പറയും. മുത്തശ്ശി നോക്കുമ്പോ സുമിത്രയും ഭർത്താവും പുറത്തു പോകുന്നതാണ് കാണുന്നത്. ഇത് സുമിത്രയല്ലേ എന്ന് മുത്തശ്ശി പറയും. അതല്ല, മുകളിലേക്ക് നോക്ക് എന്ന് ദേവ് പറയുമ്പോ പാറു അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് ബൈനാക്കുലർ വഴി ഇവരെ നോക്കുന്നത് മുത്തശ്ശി കാണുന്നു. മുത്തശ്ശി പാറുവിനെ നോക്കുന്നത് കണ്ട് പാറു ഒളിക്കുകയാണ്. നേരെ നോക്ക് എന്ന് പറഞ്ഞ് ദേവ് അവിടെ നിന്ന് പോകും. പിന്നെ ദേവിനെ മുത്തശ്ശി കാണുന്നത് പാറുവിന്റെ വീട്ടിലായിരിക്കും. ഞാൻ ഇവൾക്കാണ് വളയിട്ട് കൊടുക്കുന്നത് എന്ന് ദേവ് മുത്തശ്ശിയോട് പറയും. ഈ കാര്യങ്ങൾ കുമുദി കാണുന്നുണ്ട്. എന്നിട്ട് കൗശല്യയെ കൊണ്ടുവന്ന് ദേവും പാറുവും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ ബൈനാക്കുലർ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കൗശല്യ കുമുദിയോട് പാറുവിന്റെ കല്യാണക്കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞ് സുമിത്ര വീട്ടിലോട്ട് വിളിപ്പിക്കാൻ പറയും. ഇതറിഞ്ഞ സുമിത്ര ദേവിന്റെയും പാറുവിന്റെയും കല്യാണക്കാര്യം സംസാരിക്കാനാണ് അവരെ വിളിപ്പിക്കുന്നത് എന്ന് കരുതി വളരെ സന്തോഷത്തോടെ ദേവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് കല്യാണക്കാര്യം സംസാരിക്കുമ്പോ അത് പിന്നെ സംസാരിക്കാം, ഇപ്പൊ നീ ഇവിടെ ഡാൻസ് കളിക്കണം എന്ന് കൗശല്യ പറയും. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് സുമിത്ര പറയുമ്പോ അതെന്താ, നിങ്ങൾ പാരമ്പര്യമായി തിയേറ്റർ ഡാൻസേഴ്സ് അല്ലേ എന്ന് കൗശല്യ ചോദിക്കാണ്. അത് പണ്ടല്ലേ, ഇപ്പൊ എനിക്ക് വയസ്സായില്ലേ എന്ന് സുമിത്ര പറയുമ്പോ കൗശല്യ അവളെ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കുകയാണ്. ഡാൻസ് കഴിഞ്ഞതും കൗശല്യയോട് ദേവിന്റെയും പാറുവിന്റെയും കല്യാണക്കാര്യം സംസാരിക്കുമ്പോ കയ്യിലിരുന്ന തട്ട് കൗശല്യ തട്ടി തെറിപ്പിക്കും. എന്ത്, അവർ തമ്മിൽ കല്യാണമോ? നിങ്ങളെവിടെ, ഞങ്ങളെവിടെ? പാവമല്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറാൻ അനുവാദം തന്നപ്പോ ഇങ്ങനെയാണോ കാണിക്കുക എന്ന് പറഞ്ഞ് പാറുവിനെ കുറിച്ചൊക്കെ വളരെ മോശമായി സംസാരിക്കുകയാണ്. ആദ്യം സുമിത്ര ഒരുപാട് താഴ്ന്നു സംസാരിക്കും. എന്നാൽ കൗശല്യയുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയാതെ, നിങ്ങൾ എന്താ പറയുന്നത്, പണമുള്ളത് ഇല്ലാത്തത് എന്ന് മാത്രം പറയാതെ നിങ്ങളുടെ മകന്റെ മനസ്സ് കാണാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടാകും. നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ എന്റെ മകൾക്ക് നിങ്ങളെക്കാൾ വലിയ പണക്കാരനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. അതിന് എനിക്ക് പറ്റിയില്ലെങ്കിൽ 8ാമത്തെ ദിവസം എന്റെ മരണമായിരിക്കും സത്യം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്ന് രാത്രി ദേവിനെ കാണാൻ പാറു പോവുകയാണ്. നീ എന്താ ഈ നേരത്തെ ഇവിടെ എന്ന് ദേവ് ചോദിക്കുമ്പോ പ്രശ്നം നടന്നൊക്കെ നീ അറിഞ്ഞില്ലേ, നമുക്ക് സംസാരിക്കാം ഇവരോട് എന്ന് പാറു പറയും. ഇല്ല, നമ്മുടെ പ്രണയത്തിന് ഇവർ എതിരാണ്, വാ ഞാൻ നിന്നെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടാക്കാം, നീ ഇപ്പൊ വന്നത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ദേവ് പാറുവിനെ കൊണ്ടുപോകുമ്പോ അവരുടെ മുന്നില് ദേവിന്റെ അച്ഛൻ നിൽക്കുന്നുണ്ടാകും. നീ രാത്രി ഇവനെ വശീകരിക്കാൻ വന്നതാണോ എന്ന് അയാൾ ചോദിക്കുമ്പോ അത് കേട്ട പാറുവിന് സഹിക്കാൻ കഴിയാതെ പാറു വീട്ടിലേക്ക് ഓടുകയാണ്. പാറു വരുന്നത് സുമിത്ര കാണുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവനെ കാണാൻ പോയോ? നിങ്ങളുടെ പ്രണയത്തിന് എന്നും കൂട്ടുനിന്ന് എനിക്ക് അവരുടെ അടുത്ത് നിന്ന് അപമാനം മാത്രമാണ് ഉണ്ടായത് എന്നൊക്കെ സങ്കടം പറയും. അതേസമയം പാറുവിന്റെ കാര്യം പറഞ്ഞ് ദേവും അച്ഛനും വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ ദേവ് ആ വീട് വിട്ടിറങ്ങും. അത് കഴിഞ്ഞ് ദേവിന്റെ ഒരു ലെറ്റർ ആയിരിക്കും പാറുവിന് വരിക. നമ്മുടെ ഇടയിൽ ഒന്നുമില്ല, നീ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാൻ നിന്റെ ഫ്രണ്ട്, അത്രേ ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാകുക. ആ സമയം തന്നെ സുമിത്ര പാറുവിനോട് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, വേഗം താഴോട്ട് വാ എന്ന് പറയും. ദേവിന്റെ ലെറ്റർ കത്തിച്ചു കളഞ്ഞ് പാറു അങ്ങോട്ട് പോവുകയാണ്. ദേവ് ഇപ്പോ ഫ്രണ്ടായ ചുന്നിലാൽ എന്ന ആളുടെ കൂടെയാണ് ഉള്ളത്. ദേവിന്റെ വിഷമം കണ്ടപ്പോ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് അയാൾ പറയും. അപ്പോ ഞാൻ കുടിക്കില്ല എന്ന് അറിഞ്ഞോടെ എന്ന് ദേവ് ചോദിക്കും. എന്നാൽ വാ, നിന്റെ സങ്കടം മാറ്റാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ദേവദാസികളുടെ തെരുവിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ചന്ദ്രമുഖി എന്ന ദേവദാസിയെ ദേവ് കാണുകയാണ്. ദേവ് ചന്ദ്രമുഖിയുടെ ഡാൻസ് കാണാതിരിക്കുകയാണ്. അവരുടെ ഡാൻസ് കാണുമ്പോൾ പാറുവിനായിരിക്കും ഓർമ്മ വരിക. ഞാൻ വലിയ തെറ്റ് ചെയ്തു, ആ കത്ത് അവൾക്ക് അയക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്രമുഖി ദേവിനെ തടഞ്ഞ്, ഒരാൾ ഡാൻസ് കളിക്കുമ്പോൾ ഇടയിൽ ഇറങ്ങി പോകാൻ പറ്റില്ല. ഒരു പെണ്ണ് ഒന്നില്ലെങ്കിൽ അമ്മയാവണം, അല്ലെങ്കിൽ സിസ്റ്റർ ആവണം, പ്രണയിനി ആകണം, അല്ലെങ്കിൽ അവളെ വളരെ മോശമായിട്ടാണ് എല്ലാവരും കാണുക. ഇതിലേതെങ്കിലും ആവണം നീ, അപ്പോഴേ സ്നേഹം എന്താണ് നിനക്ക് മനസ്സിലാവോ എന്ന് പറഞ്ഞ് ദേവ് അവിടുന്ന് പോകും. ദേവിന്റെ വർത്താനം കേട്ട് അവൾ ഇംപ്രസ് ആവുകയാണ്. ഒരു തവണ കൂടി അയാളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചുന്നിലാലിനോട് ചന്ദ്രമുഖി പറയും. ചെറുപ്പം തൊട്ടേ കാക്കിമ പാറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ദേവ് അവളുടെ വീട്ടിലേക്ക് എപ്പോഴും പോവുക. അതുപോലെ സുമിത്രയോട് ചോദിക്കുകയാണ്. അത് കേട്ട സുമിത്രയുടെ കണ്ണു നിറഞ്ഞു. അവൾ ഉള്ളിൽ തന്നെ ഉണ്ട്, കല്യാണത്തിനുള്ള ഒരുക്കം നടക്കുകയാണ് എന്ന് പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോകും.
ദേവ് പാറുവിനോട് ഞാൻ അങ്ങനെ ഒരു ലെറ്റർ അയക്കാൻ പാടില്ലായിരുന്നു, വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോ നിന്റെ ഫാമിലി വളരെ മോശമായിട്ടാണ് ഞങ്ങളെ പറഞ്ഞത്. അവർ പറഞ്ഞത് ഓക്കെ, പക്ഷെ നീയും നമ്മുടെ ഇടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചില്ലേ? ഞാൻ നിന്റെ വെറും ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഇയാളെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പാറു പറയുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തുമാല എടുത്ത് അവളുടെ മുഖത്തേക്ക് അടിക്കും. സിന്ദൂരം ഇടുന്നതിന് താഴെയായിട്ട് ഒരു മുറി ആയിട്ടുണ്ടാകും. ദേവ് ആ മുറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് കൊണ്ട് സിന്ദൂരം പോലെ അവൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. പാറുവിന്റെ കല്യാണം വയസ്സായ ആളായിട്ടാണ് നടത്തുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഇറങ്ങാൻ സമയമായപ്പോ പാറു ദേവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. മുത്തശ്ശി ദേവിന്റെ ഭാര്യയ്ക്ക് മാറ്റി വെച്ച വളമുണ്ടല്ലോ, അത് ഓൾറെഡി ഒന്ന് ദേവ് അന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് പാറു ഊരി കൊടുക്കുമ്പോ ദേവ് വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു വള കൂടി അവളുടെ കയ്യിൽ ഇട്ടു കൊടുക്കുകയാണ്. ഈ സീനൊക്കെ വല്ലാണ്ട് ഫീലാവും. ദേവ് പാറുവിനെ പല്ലക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പല്ലുകെടുത്ത് കുറച്ചു ദൂരെ നടക്കുന്നുണ്ട്. എന്നിട്ട് പാറുവിനെ പറഞ്ഞു വിടും. ദേവിന് വേണ്ടി കത്തിച്ചു വെച്ച വിളക്ക് പാറു ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ദേവിന് കാണിച്ചു കൊടുക്കുമ്പോ അവൻ തകർന്നു പോവുകയാണ്. അന്ന് രാത്രി വിഷമം സഹിക്കാൻ കഴിയാതെ റൂം ലോക്ക് ചെയ്ത് ദേവ് കുറെ പേപ്പറുകൾ കത്തിക്കുന്നുണ്ടാകും. വീട്ടുകാരൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോ അപ്പുറത്ത് നിന്ന് സുമിത്ര പറയും, ഞാൻ പറഞ്ഞ പോലെ എന്റെ വാക്ക് പാലിച്ചു, പക്ഷെ നിങ്ങളുടെ മോന്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോഴാണ് തന്റെ പ്രായമുള്ള മക്കളുള്ള ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് പാറു അറിയുന്നത്. ഫസ്റ്റ് നൈറ്റിനുള്ള ഒരുക്കങ്ങളായി. അപ്പൊ പാറുവിന്റെ ഭർത്താവ് പറയും, എന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, എനിക്കിപ്പോഴും അവളോട് സ്നേഹമാണ്, എന്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ നമുക്കിടയിൽ ഒന്നും ഉണ്ടാകില്ല എന്ന്. ദേവ് ഇപ്പോ ചന്ദ്രമുഖിയുടെ റൂമിലായിരിക്കും ഉണ്ടാവുക. ബോധം വരുമ്പോ ആണ് ദേവ് അറിയുന്നത് വഴിയിൽ കിടന്ന ദേവിനെ റൂമിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിച്ചത് ചന്ദ്രമുഖിയാണെന്ന്. അത് കേട്ട ദേവ് കുറച്ച് കാശ് എടുത്തു കൊടുക്കാണ്. വെറുതെ അല്ല നിന്നെ പാറിട്ട് പോയത്, നിനക്ക് ഒരു ഫീലിങ്സും ഇല്ല, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ പണം എന്റെ കയ്യിലുണ്ട്, നിനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ 2 ദിവസം എന്റെ കൂടെ ചെലവഴിക്ക്, ഞാൻ നിന്നെ നോക്കിയതിന് പകരമായിട്ട്. ഞാനിപ്പോ ഡാൻസ് കളിക്കാൻ പോകാണ്, നീ വരാതെ ഡാൻസ് തുടങ്ങില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമുഖി അവിടുന്ന് പോകും. അവളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് കാലിബാബു എന്ന ആള് വന്നിട്ടുണ്ടാകും. അയാള് ചന്ദ്രമുഖിക്ക് നേരെ സ്വർണത്തിന്റെ ഒരു ചെലങ്ക് നീട്ടി അത് കെട്ടി ഡാൻസ് കളിക്കാൻ പറയും. എന്നാൽ ദേവ് വരാതെ ഡാൻസ് തുടങ്ങില്ല എന്ന് അയാളോട് ചന്ദ്രമുഖി പറയും. അവനൊന്നും വരാൻ പോകുന്നില്ല, ഈ മെഴുകുതിരി കത്തിത്തീരുന്നത് വരെ നിനക്ക് സമയമുണ്ട്, അതിനുള്ളിൽ അവൻ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഡാൻസ് കളിക്കണം എന്ന് കാലിബാബു പറയും. ചന്ദ്രമുഖി പറഞ്ഞ പോലെ മെഴുകുതിരി കത്തിത്തീരുന്നതിന് മുന്നേ ദേവ് അവിടേക്ക് വരും. അവന് വേണ്ടി അവൾ ഡാൻസ് കളിക്കുകയും ചെയ്യും. കുടിക്കുന്ന ശീലമില്ലാത്ത ദേവ് ഒരു ലിമിറ്റ് ഇല്ലാണ്ട് നന്നായി ഡ്രിങ്ക് ചെയ്യാണ്. അത് കണ്ട ചന്ദ്രമുഖി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നേ എന്ന്. അപ്പൊ ദേവ് പറയും, എനിക്ക് പാറുവിനെ മറക്കാൻ പറ്റുന്നില്ല, ഞാൻ അവളെ ഓർക്കുമ്പോ ആണ് കുടിക്കുന്നത് എന്നൊക്കെ. അതുപോലെ ദേവ് ലോയർ അല്ലേ, കോടതിയിൽ വിധി പറയുന്നത് പോലെ പ്രണയിച്ചത് കൊണ്ട് മരിക്കുന്നത് വരെ കുടിക്കണം എന്നാണ് നിനക്കുള്ള ശിക്ഷ എന്ന് സ്വയം പറഞ്ഞ് അവിടുന്ന് പോകും. ചന്ദ്രമുഖിക്ക് ചിലങ്ക കൊടുത്ത കാളിബാബു നമ്മുടെ പാറുവിന്റെ മരുമോനായിരിക്കും. പാറുവിന്റെ അനുഗ്രഹം മേടിക്കുമ്പോൾ മോശമായ രീതിയിൽ കാലിൽ തടവുന്നുണ്ട്. അപ്പൊ തന്നെ അവന്റെ സ്വഭാവം ഏതാണ്ട് പാറുവിന് പിടികിട്ടിയിട്ടുണ്ട്. പാറു സുമിത്രയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോ ദേവിന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന വിവരം അറിഞ്ഞ് അയാളെ കാണാൻ പോകും. പാറുവിനെ കണ്ടതും ദേവിന്റെ അച്ഛൻ മാപ്പ് ചോദിക്കാണ്. അവസാന വാക്കായിട്ട് ദേവ് എന്ന് പറഞ്ഞ് അയാൾ മരിക്കുകയാണ്. അച്ഛൻ മരിച്ച കാര്യം ദേവ് അറിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. മൂക്കുമുട്ട കുടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് വരിക. പുറത്തു നിന്ന് വന്ന ആളുകളെ പോലെയാണ് ദേവ് പെരുമാറുക. സാരല്ല, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ കൗശല്യയോട് പറയാണ്. ദേവിന്റെ അവസ്ഥ കണ്ട് കൗശല്യ കരയുമ്പോ പാറുവും സുമിത്രയും അത് ശ്രദ്ധിക്കും. എന്നിട്ട് അവിടുത്തെ പണിക്കാരനോട് എന്താ ദേവിന് പറ്റിയത് എന്ന് ചോദിക്കും. എന്തു പറയാനാ, ഇപ്പൊ അവൻ ചന്ദ്രമുഖിയുടെ കൂടെയാണ്, എപ്പോഴും കുടിച്ചു നടക്കാണ് എന്നൊക്കെ അയാള് പറയും. അങ്ങനെ പാറു ദേവിനെ കാണാൻ പോകുമ്പോ ദേവ് അവളുടെ ചെറുപ്പം മുതൽ അവൻ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളൊക്കെ കൗതുകത്തോടെ കാണിച്ചു കൊടുക്കാണ്. അവിടെ കണ്ണീര് കൊണ്ട് അവർ പ്രണയം പങ്കുവെക്കും. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കോ, ഈ കുടിക്കുന്ന ശീലം നീ നിർത്തണം എന്ന് പാറു പറയും. ആ നിർത്ത, നീ എന്റെ കൂടെ വരുമോ, നമുക്ക് ഓടിപ്പോക എന്ന് ദേവ് ചോദിക്കുമ്പോ ഇല്ല, അതിനെനിക്ക് പറ്റില്ല എന്ന് പാറു പറയും. ആ അതുപോലെ തന്നെ ഇപ്പൊ ഇതും, എനിക്ക് കുടിക്കുന്ന ശീലം മാറ്റാൻ പറ്റില്ല എന്ന് ദേവ് മറുപടി കൊടുക്കും. ആ ദിവസം മുത്തശ്ശിയുടെ ചാവിക്കൂട്ട് കാണാതെ ആകും. അത് കുമുദി ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക. ലോക്കറിൽ നിന്ന് സ്വർണവും പണവും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഭർത്താവായി പ്ലാൻ ചെയ്യുമ്പോൾ കുമുദിയുടെ കയ്യിലാണ് ചാവിക്കൂട്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയ ദേവ് അവരോട് സംസാരിച്ച് വാക്ക് തർക്കമുണ്ടാവും. ചാവി തരില്ല എന്ന് പറഞ്ഞ് കുമുദി വാശി പിടിക്കും. അപ്പൊ അവൾ ഇരിക്കുന്ന ചുറ്റും മദ്യം ഒഴിച്ച് ദേവ് കത്തിക്കുകയാണ്.
കറക്റ്റ് സമയത്ത് എന്താ ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിച്ച് കൗശല്യ വരും. അപ്പൊ കുമുദി കരയുന്നത് പോലെ അഭിനയിച്ച് ലോക്കറിന്റെ ചാവി ദേവ് കട്ടെടുത്തു, അവന് ഷെയർ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കത്തിക്കാണ് എന്നൊക്കെ പറയും. നിന്റെ ഷെയർ വേണോ എന്ന് ദേവിനോട് കൗശല്യ ചോദിച്ച് അവന്റെ മുഖത്തടിക്കും. ഇതാണ് നിന്റെ ഷെയർ, ഈ വീട് വിട്ട് നീ ഇപ്പൊ ഇറങ്ങണം എന്ന് പറയുമ്പോ ദേവ് പറയും, അച്ഛൻ ഈ നാട് വിട്ടു പോകാൻ പറഞ്ഞു, എല്ലാരും പാറുവിനെ വിട്ടു പോകാൻ പറഞ്ഞു, പാറു മദ്യം വിട്ടു പോകാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഇതാ വീട് വിട്ട് ഇറങ്ങാൻ പറയുന്നു. ഒരു ദിവസം ദൈവം പറയും ഈ ലോകം വിട്ടു പോകാൻ, എനിക്കൊന്നും വേണ്ട, പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് ചാവി കൊടുത്ത് അവസാനമായി ആ വീട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദേവ് അവിടെ നിന്ന് ഇറങ്ങും. പാറുവിന്റെ ഭർത്താവിന്റെ അമ്മയോട് വീട്ടിൽ ദുർഗപൂജ നടത്തുന്ന കാര്യത്തെ പറ്റി അവൾ സംസാരിക്കുകയാണ്. പൂജയ്ക്ക് ദേവദാസിയുടെ കാൽപതിഞ്ഞ ഒരു പിടി മണ്ണ് ആവശ്യമാണ് എന്ന് പറയുമ്പോ ഈ അവസരം മുതലാക്കി ചന്ദ്രമുഖിയെ കാണാൻ പാറു പോകും. ചന്ദ്രമുഖിയെ മോശം സ്ത്രീ ആയിട്ടായിരിക്കും പാറു കരുതുക. എന്നാൽ അവളുടെ സംസാരത്തിൽ നിന്ന് ദേവിനെ ചന്ദ്രമുഖിക്ക് ഇഷ്ടമാണ്, അവർ തമ്മിൽ വേറെ ഒന്നുമില്ല എന്ന് പാറു മനസ്സിലാക്കും. അവളുടെ കയ്യിൽ ദേവ് ഇട്ടുകൊടുത്ത 2 വളകളില്ലേ, അതിൽ ഒരു വള ചന്ദ്രമുഖിക്ക് എടുത്തു കൊടുക്കും. എന്നിട്ട് മണ്ണ് വാങ്ങി ദുർഗാ പൂജയ്ക്ക് വരണം എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ചന്ദ്രമുഖി പൂജയ്ക്ക് പോകും. അവിടെ ഉള്ളവർ ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ടാണ്, ഡൽഹിയിൽ നിന്ന് വന്നതാ എന്ന് പാറു പറയും. പൂജയ്ക്ക് പാറുവും ചന്ദ്രമുഖിയും തമ്മിൽ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. കാളിബാബു ഇവൾ എന്താ ഈ വീട്ടിൽ ചെയ്യുന്നത് എന്ന് ആലോചിക്കുകയാണ്. പാറുവിന്റെ കൂടെ കണ്ട ഇവൾ ഒരു ദേവദാസിയല്ലേ, എന്താ ഇവിടെ എന്നൊക്കെ വളരെ മോശമായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രമുഖി പറയുന്നുണ്ട്, ഞങ്ങളുടെ കാല് പതിഞ്ഞ മണ്ണ് നല്ലത്, പക്ഷെ ഞങ്ങൾ ചീത്തത് അല്ലേ എന്നൊക്കെ സംസാരിച്ച് പാറുവിനോട് ദേവിനെ എനിക്ക് ഒരു തവണ കൂടി കാണാൻ പറ്റും എന്ന വിശ്വാസത്തിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവിടെ വിട്ടിറങ്ങും. നീയും ദേവദാസും തമ്മിലുള്ള ബന്ധം നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കാളിബാബു പാറുവിനോട് പറയും. പാറുവിന്റെ ഭർത്താവും അമ്മയും ഈ കാര്യം അവളോട് ചോദിക്കുമ്പോൾ പാറു പറയും, ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോ എന്താ പറഞ്ഞ്, നിങ്ങളുടെ ആദ്യ ഭാര്യ നിങ്ങളുടെ പ്രണയം എന്നല്ലേ, അതുപോലെയാണ് എനിക്കും. എന്റെ ആദ്യ പ്രണയം ദേവദാസാണ്, അവൻ ശരീരവും ഞാൻ ആത്മാവുമാണ്, അവൻ എപ്പോഴും എന്നിലുണ്ടാകും എന്ന്. അത് കേട്ട പാറുവിന്റെ ഭർത്താവ് ഇനി നീ ഈ വീടിന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ഒരു പണിഷ്മെന്റ് കൊടുക്കാണ്. ദേവിന് വയ്യാതാവുകയാണ്. അവനെ നോക്കാൻ വന്ന ഡോക്ടർ പറയും, കുടിച്ച് ഇനി ഇവന്റെ ശരീരത്തിൽ ഒന്നും കേടുവരാനില്ല എന്ന്. ഒരു തുള്ളി മദ്യം പോലും ഉള്ളിൽ ചെന്നാൽ അവൻ മരിച്ചു പോകും. ഇത് കേട്ട ചന്ദ്രമുഖിക്ക് വിഷമാവാണ്. അവനെ നന്നായി അവൾ നോക്കും. ഈ കാര്യം ദേവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ചന്ദ്രമുഖിയുടെ കയ്യിലുള്ള വള ദേവ് കാണും. പാറുവും ചന്ദ്രമുഖിയും പരസ്പരം കണ്ടിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാകും. അവളെ കുറിച്ച് സംസാരിച്ച് മരിക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ ദേവ് അവിടെ വിട്ടിറങ്ങാണ്. ദേവ് ഇപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവിനെ തനിച്ചാക്കി പോകില്ല എന്ന് പറഞ്ഞ് ദേവിന്റെ വീട്ടിലെ പണിക്കാരനില്ലേ, അവര് ഇവനെ പരിചരിക്കാണ്. നീ നിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോ, ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് അയാളെ ദേവ് പറഞ്ഞു വിടും. ഈ സമയം ദേവിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് ചുന്നിലാല് വരികയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് മദ്യം കൊടുക്കുകയാണ്. ദേവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചുന്നിലാലിന് അറിയത്തില്ല. ആദ്യം വേണ്ട എന്നൊക്കെ പറയെങ്കിലും ദേവ് പിന്നെയും കുടിക്കാൻ തുടങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞതും ദേവ് ചോര ഛർദ്ദിക്കുകയാണ്. താൻ മരിക്കുമെന്ന കാര്യം ഉറപ്പായി. മരിക്കുന്നതിന് മുന്നേ പാറുവിനെ കാണാൻ പോകും എന്ന വാക്ക് കൊടുത്തിട്ടുണ്ടാകും. ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വണ്ടിക്കാരനോട് മണിപ്പൂർ എന്ന് പറഞ്ഞ് വേഗം പോകാനും പറയും. അയാൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്തി, ആരെയാ കാണേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേവ് ബോധമില്ലാതെ ഇരിക്കുകയാണ്. ആ വണ്ടിക്കാരൻ അവിടെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ദേവിനെ കിടത്തും. ദേവ് പാറു പാറു എന്ന് വിളിക്കുന്നുണ്ട്. ദേവ് ഇപ്പോ പാറുവിന്റെ കൊട്ടാരത്തിന് മുന്നിലായിരിക്കും ഉണ്ടാവുക. ആരെ വിളിക്കുന്നത് പോലെ പാറുവിന് തോന്നാണ്. അവൾ വിളക്കെടുത്ത് മുകളിലത്തെ നിലയിൽ നിന്നും പുറത്തേക്ക് നോക്കാണ്. ഇത് പാറുവിന്റെ ഭർത്താവ് കണ്ട് അവളോട് ഉറങ്ങാൻ പറയാണ്. പിറ്റേ ദിവസം രാവിലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ ആളുകൾ കൂടിയിട്ടുണ്ടാകും. എന്താ കാര്യം എന്ന് പാറു അന്വേഷിക്കുമ്പോൾ ആരോ മരിക്കാൻ കിടക്കാണ് എന്ന് പണിക്കാരി പറയും. മനസ്സിന് എന്തോ ഭാരം പോലെ പാറുവിന് തോന്നുകയാണ്. പൂജ ചെയ്യുമ്പോൾ തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അയാൾ ഏത് നാട്ടുകാരനെന്ന് മനസ്സിലായോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഇവിടുത്തെ പണിക്കാരനറിയാ എന്ന് ആ വേലക്കാരി പറയും. അയാളെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ അത് നിങ്ങളുടെ നാട്ടുകാരനാണ്, പേര് ദേവദാസ് മുഖർജി എന്നാണ്, പോക്കറ്റിൽ ഒരു മുത്തുമാല ഉണ്ട് എന്നൊക്കെ അടയാളം പറയും. ഇത് കേട്ടതും പാറുവിന് വല്ലാതെ ആവുകയാണ്.
ദേവിനെ കാണാൻ വേണ്ടി ഓടി പോവാണ്. സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് ദേവ് കല്യാണ ദിവസം നെറ്റിയിലാക്കിയ ഒരു മുറിയില്ലേ, അതുകൂടെ ചോര വരുന്നു. ചെറുപ്പത്തിൽ ദേവ് ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോ എങ്ങനെയാണ് പാറു ഓടിപ്പോയിരുന്നത്, അതുപോലെ അരെ ദേവ എന്ന് പറഞ്ഞാണ് പാറു ഓടുന്നത്. എങ്ങോട്ടാ ഓടിപ്പോകുന്നത് എന്ന് പാറുവിന്റെ ഭർത്താവ് ചോദിക്കുമ്പോ ഒരു ദേവദാസ് എന്ന ആളാണ് അവിടെ മരിക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോ അവരെ കാണാൻ ഓടുന്നതാണ് എന്ന് അവിടുത്തെ പണിക്കാരൻ പറയും. അവിടെയുള്ള എല്ലാവരും പാറുവിനെ തടയാൻ നോക്കുന്നുണ്ട്. എങ്കിലും നല്ല സ്പീഡിൽ അവൾ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടുകയാണ്. മങ്ങിയ രീതിയിൽ ദേവ് പാറു അടുത്തേക്ക് ഓടി വരുന്നത് കാണുന്നുണ്ട്. എന്നാൽ അവളുടെ ഭർത്താവ് അവിടുത്തെ ഗേറ്റ് അടയ്ക്കാൻ പറയും. പാറു ഗേറ്റിന്റെ അടുത്ത് എത്തലും അവർ ഗേറ്റ് അടയ്ക്കലും ഒരുമിച്ചായിരിക്കും. അങ്ങനെ പാറു കത്തിച്ചു വെച്ച വിളക്ക് കേടുകയാണ്. അവസാനം പരസ്പരം ഒരു നോക്ക് കാണാതെ ദേവ് മരണത്തിന് കീഴടങ്ങുന്നു. സ്നേഹിക്കുന്നതിലല്ല കാര്യം, അത് നിലനിർത്താൻ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നതിലാണ് കാര്യം. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം. ഒരിക്കലും തെറ്റുപറ്റിയ ജീവിതം അത് തിരുത്താനുള്ള അവസരം നൽകില്ല. ദേവദാസ് എന്ന കഥാപാത്രത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കമന്റ് ചെയ്യുക. മൂവി ഇഷ്ടപ്പെട്ടാൽ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക. താങ്ക് യു.